കേരളത്തിലെ മതസൗഹാർദ്ദത്തെ തകർക്കാനുള്ള ശക്തമായ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയാതെ പോകാൻ പാടില്ല. കേരളം എന്നും ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയായ സംസ്ഥാനമാണ്. പരസ്പരം സ്നേഹിച്ചും സൗഹാർദ്ദത്തിൽ കഴിയുന്ന ആളുകളാണ് നമ്മൾ. നമുക്കിടയിൽ ഭിന്നതയുണ്ടാക്കിയാൽ മാത്രമേ ചിലർക്ക് വളരാൻ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞവർ മുസ്ലിങ്ങൾക്കിടയിലും മറ്റു മതവിഭാഗങ്ങൾക്കിടയിലും ഭിന്നതയുണ്ടാക്കാനുള്ള ചില ശക്തമായ ശ്രമങ്ങൾ എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ അത്തരം ചില വാർത്തകൾ വീണ്ടും കേൾക്കുന്നു. കേരളം ഒരു IS റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രമാണ് എന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കുന്നു. ഇതിൻ്റെ ഭീകരത, ഇതിൻ്റെ അപകടം വളരെ വ്യാപകമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രതിഫലിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. ഡയലോഗ് 4.0 ഈ രാത്രിയിൽ ചർച്ച ചെയ്യുന്നത് IS റിക്രൂട്ട്മെൻറ്റ് അതിൻ്റെ കേന്ദ്രമായി കേരളം മാറിയിട്ടുണ്ടോ? ഇസ്ലാം അതിനെ എതിർക്കുന്നു എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. മുസ്ലിങ്ങൾ അതിനെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. എങ്കിലും ഇത്തരം പ്രചാരണങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ വസ്തുതയിലേക്കുള്ള ഒരു അന്വേഷണമാണ് ഇവിടെ. അബ്ദുൽ മാലിക് സലഫി സംസാരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാന്യരായ സഹോദരന്മാരെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കുറച്ചു നാളുകളായി ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ചില മേഖലകളിൽ നിന്ന് വളരെ ആസൂത്രിതമായ ചില നിഴൽ യുദ്ധങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുമ്പോഴേക്കും അതെല്ലാം മൊത്തത്തിൽ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും തലയിൽ കെട്ടിവെച്ച് ഇസ്ലാമാണിതിൻ്റെയൊക്കെ കാരണം, അതുകൊണ്ട് ഇസ്ലാം അപകടമാണ്, മുസ്ലിമീങ്ങൾ അപകടകാരികളാണ് എന്ന തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ കേരളം എന്ന് പറഞ്ഞത്. ISയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണെന്നും മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ISയിലേക്ക് പോയിട്ടുണ്ടെന്നും ചില ആളുകൾ പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുമൊക്കെയുള്ള ചിലരുടെ അർത്ഥശൂന്യമായിട്ടുള്ള പ്രസ്താവനകൾ. ഇവിടെ ചില സത്യങ്ങൾ ഈ വിഷയത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കാരുണ്യത്തിൻ്റെ മതമായ പരിശുദ്ധ ഇസ്ലാം, ആ പരിശുദ്ധ ഇസ്ലാമിനെ ആദർശമായി സ്വീകരിക്കുന്ന ഒരു വിശ്വാസിക്ക് ജീവിതത്തിൻ്റെ ഒരു സെക്കൻഡ് പോലും തീവ്രവാദിയാകുന്നത് പോയിട്ട് തീവ്രവാദത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇസ്ലാമിക പ്രമാണങ്ങൾ അവൻ അനുവാദം നൽകുന്നില്ല. ലോകത്തുള്ള ഏത് തീവ്രവാദ സംഘടനകളായിരുന്നാലും അതെല്ലാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് നിഷിദ്ധമാണ്, അത് ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും ശരി. ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആളുകൾ പോയി എന്ന് പറയപ്പെടുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഇസ്ലാം ഉത്തരവാദിയാണോ? ഈ നാട്ടിൽ ജീവിക്കുന്ന നല്ലവരായ മുസ്ലിമീങ്ങൾ ഉത്തരവാദികളാണോ? അവർ ചെയ്തിരിക്കുന്ന പാതകം ഈ രാജ്യം വിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങളെ പരിഹസിച്ച് മുസ്ലിമീങ്ങളെ മുഴുവനും സത്യനിഷേധികളാക്കി മുദ്രകുത്തി ഭീരുക്കളാക്കി അവതരിപ്പിച്ച് ഈ രാജ്യം വിട്ടുപോയി ചില ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തത് ഇസ്ലാമിനോടുള്ള ക്രൂരതയാണ്, ഈ സമൂഹത്തോടുള്ള അന്യായമാണ്, ഈ രാജ്യത്തോടുള്ള അതിക്രമമാണ്. പല തലത്തിലും പല അർത്ഥത്തിലും നമുക്കിത് വിശദീകരിക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇസ്ലാമികമല്ലാത്തൊരു രാജ്യത്ത് ജീവിക്കാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല എന്ന വികലമായ ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചില ഒളിച്ചോട്ടങ്ങൾ
രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ചില ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിയായ ആശയമല്ലെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. സൂറത്തുൻ നിസായിലെ 92-ാമത്തെ ആയത്തിൽ അള്ളാഹു വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ശത്രു രാജ്യത്തുള്ള ആളാണെങ്കിൽ പോലും അവിടെ ഒരു മനുഷ്യന് മുഅ്മിനായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കും എന്ന് കൃത്യമായി അള്ളാഹു പഠിപ്പിക്കുന്നു. ഇവിടെ ഏതു മതക്കാർക്കും അവരുടെ വിശ്വാസത്തിനും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകപ്പെട്ട രാജ്യത്ത് അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ജിഹാദിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് ചില ആളുകൾ പോയപ്പോൾ അത് മുസ്ലിമീങ്ങളുടെ തലയിൽ വെച്ച് കെട്ടാൻ ചില ആളുകൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഈ പോക്ക് തന്നെയും ഒരു തെറ്റായ സന്ദേശം ഇസ്ലാമിക പ്രമാണങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ടല്ലാതെ ഇത്തരക്കാർക്ക് മുന്നോട്ട് കടന്നു പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഹിജറ പോകുന്നു എന്നാണ് ചില ആളുകൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഓഡിയോയിലൂടെയും അതുപോലെ തന്നെ മുഖം മറച്ചുള്ള വീഡിയോകളിലൂടെയും ഒക്കെ അവർ പറയുന്നു, നിങ്ങൾ ജിഹാദിന് വരൂ. ഏത് ജിഹാദിന്? അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൽ അള്ളാഹ് പഠിപ്പിച്ച, പ്രവാചകൻ പഠിപ്പിച്ച ജിഹാദ് എന്താണ് നമ്മൾ ഇവിടെ കേട്ടുകഴിഞ്ഞു. ആ ജിഹാദിനാണ് അവർ വിളിക്കുന്നത് എങ്കിൽ അവർ ആരാണ്? ഇസ്ലാമിൽ അങ്ങനെ ഒരു ജിഹാദില്ല. ഇസ്ലാമിൽ അങ്ങനെ ഇവർ പോയ രൂപത്തിലൊരു ഹിജറയുമില്ല. എന്ത് ഹിജറയാണിത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയാണ് മുസ്ലിമീങ്ങൾക്ക് മാതൃകയായിട്ടുള്ളത്. പ്രവാചകൻ എങ്ങനെയെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന രാജ്യത്ത് നിന്ന് ഒളിച്ചോടിപ്പോയതാണോ പ്രവാചകന്റെ ഹിജറ എന്ന് പറയുന്നത്? അല്ലല്ലോ. മക്കയിൽ ജീവിക്കാൻ സ്വൈര്യം തരാത്ത അവസ്ഥ വന്നപ്പോൾ, താൻ വിശ്വസിച്ച ആദർശം പ്രബോധനം ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ പോയി. പ്രവാചകന് പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പോകുമ്പോഴും താൻ മദീനയിലേക്കാണ് പോകുന്നതെന്നും ആ മദീനയിലേക്ക് ചെന്നാൽ തൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും മനസ്സിലാക്കിയ പ്രവാചകൻ അവരുമായി കൊണ്ട് കരാറുണ്ടാക്കിക്കൊണ്ടാണ് ഹിജറ പോയിട്ടുള്ളത്. എന്നാൽ ഈ ഒളിച്ചോടിയ ആളുകൾക്ക് ആരുമായിട്ടാണ് കരാറുള്ളത്? അതുകൊണ്ട് ഇസ്ലാമികമായിട്ടുള്ള യാതൊരു ഹിജറയും അവിടെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ സംഭവിക്കുമില്ല. അപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങൾ എവിടെ പരിശോധിച്ചാലും ഏത് രീതിയിൽ പരിശോധിച്ചാലും ഇത്തരത്തിലുള്ള ഇസ്ലാമികത്തിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് ഒളിച്ചോട്ടങ്ങൾ അത് ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലേക്ക് വരവെക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇസ്ലാം അനുസരിച്ചു കൊണ്ടാണ് പോകുന്നതെങ്കിൽ അവർ മതം പഠിച്ചവരാകണ്ടേ? ഇത്തരത്തിൽ പോയി എന്ന് പറയപ്പെടുന്ന ആളുകൾ ഈ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ലോകത്തിലെ എവിടെയെങ്കിലും ഒരു മതകലാലയത്തിൽ ചേർന്നുകൊണ്ട് മതം പഠിച്ചവരാണോ? ആണെന്ന് തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല. പിന്നെ ഉറക്കമിളച്ചിരുന്നു കൊണ്ട് രാവിൻ്റെ അന്ത്യയാമങ്ങളിൽ ഇന്റർനെറ്റിൽ പരതുകയും അവിടെ നിന്ന് ഏതെങ്കിലും പേരില്ലാത്തതും ഊരില്ലാത്തതുമായ ഏതെങ്കിലും ശേഖന്മാരുടെ എന്ന് പറയപ്പെടുന്ന വ്യക്തികളുടെ വികലമായ ആദർശങ്ങൾ തലച്ചോറിലേക്ക് കുത്തിവെക്കപ്പെട്ട് അതിൽ ആവേശം പൂണ്ടുകൊണ്ട് ഒളിച്ചോടിപ്പോകുന്നതിൻ്റെ പേര് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഹിജറ എന്നല്ല. ഇവിടെ മതം പഠിച്ച ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല. മതം ഏതെങ്കിലും ആളില്ലാത്ത ഇന്റർനെറ്റിൽ നിന്നും അത് പഠിക്കേണ്ട ഒന്നല്ല. അത് ആ രീതിയിൽ തെറ്റായ രീതിയിൽ മതം പഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർ പോയിട്ടുള്ളത്. യഥാർത്ഥ രീതിയിൽ മതം പഠിച്ച ഒരു വ്യക്തിക്ക് പോകാൻ സാധ്യമല്ല. ഒരു ഉസ്താദിന്റെ കീഴിൽ നിന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞല്ലോ, അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ ദകാഉം വഹിർസും വജ്തിഹാദും വബുൽഗത്തുൻ വഇർശാദു ഉസ്താദിൻ വതൂലു സമാനി. മതം പഠിക്കുന്ന വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട 6 ഗുണവിശേഷങ്ങൾ ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട് റഹിമഹുല്ലാ. അതിലൊന്നാണ് ഇർശാദ് ഉസ്താദ്. ഒരു ഉസ്താദിൻ്റെ ഗൈഡൻസ് വേണം. ഏതെങ്കിലും സൈറ്റുകളിൽ കയറി ഇസ്ലാമിൻ്റെ സംജ്ഞകളെ സംബന്ധിച്ച് പഠിക്കുകയും അത് തെറ്റായി മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ അപകടങ്ങളുണ്ടാകും. ഇനിയോ ഇസ്ലാമിൻ്റെ ഹിജറ എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളെ പിണക്കുകയും ആ മാതാപിതാക്കളെ വിട്ടേച്ചുകൊണ്ട് അവിടെ സേവനങ്ങൾ നിർത്തിവെച്ച് അവരെ അനാഥരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത്താണിയില്ലാത്തവരാക്കിക്കൊണ്ട് കടന്നു പോകുന്നതിൻ്റെ പേരല്ല ഇസ്ലാമിൽ ഹിജറ എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് ഇവർ പോയിട്ടുള്ളത് എന്താണ്? കുടുംബത്തെ വലിച്ചെറിഞ്ഞ് രഹസ്യമായി രാജ്യത്തിൻ്റെ നിയമങ്ങളെ കണ്ണുവെട്ടിച്ചു കൊണ്ടുപോകുന്നു. നിങ്ങൾ നോക്കൂ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാരഥന്മാരായ പണ്ഡിതന്മാർ വളരെ ശക്തമായ രീതിയിൽ താക്കീത് നൽകിയിട്ടുണ്ട്. ഇത് ഫിത്നത്തു ദാഇഷ് എന്ന് പറയുന്ന
ഷെയ്ഖ് അല്ലാമ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ ബിൻ ഹമദ് അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ല അദ്ദേഹം എഴുതിയ ഒരു ചെറിയ കൃതിയാണ്. IS-ന്റെ ഫിത്നകൾ ലോകത്ത് ഉടലെടുത്ത സന്ദർഭത്തിൽ അതിലേക്ക് ചില ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വിവരം അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അതിൻ്റെ അപകടങ്ങളെ സംബന്ധിച്ചറിയാതെ മതം ആവേശമായി സ്വീകരിച്ച ആളുകൾ അതിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയ കൃതിയാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി. ഇതിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നു, സുമ്മ ഖറജു യതസല്ലലൂന വഹദാന. ഈ ഒളിച്ചോടി പോകുന്ന ആളുകൾ അവരുമെല്ലാം ഒറ്റക്കാണ് പോകുന്നത്. ആളുകളിൽ നിന്ന് ഊരിച്ചാടി അവർ പോകുന്നു. ലിയല്ലാ യഅലമ അഹദും ബിഹിം. എന്തിനാണ് അവരെ ഒളിഞ്ഞും മറിഞ്ഞും തെളിഞ്ഞും ഗവൺമെന്റിനെ പറ്റിച്ചും പോകുന്നത്? ആരും അവരെക്കുറിച്ച് അറിയാതിരിക്കാൻ. ഫയംനഉഹും മിനൽ ഖുറൂജ്. അങ്ങനെ അറിഞ്ഞാൽ അവരെ പോകുന്നതിൽ നിന്ന് അവർ തടയും. ഫഖറജു മിൻ ബൈനിൽ ആബായി വൽ ഉമ്മഹാത്തി വൽ അമാമി വൽ അമ്മാത്ത്. അവർ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും പിതാക്കന്മാരിൽ നിന്നും അതുപോലെ തന്നെ അമ്മാവന്മാരിൽ നിന്നും അങ്ങനെയുള്ള അടുത്ത കുടുംബങ്ങളിലൊക്കെ വിട്ടേച്ചുകൊണ്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലം യഅലമു അന്നഹു മിൻ അക്ബരിൽ കബായിർ. ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ തിന്മയല്ല, വലിയ തിന്മകളിൽ വലിയ തിന്മയാണ്. വദ്ദുനൂബിൽ മുബിഖാത്ത് വൽ അളായിമി വൽ ഖതിആത്ത് വഅന്നഹു മിമ്മാ യുസയ്യിനു ലഹും ഇബ്ലീസ്. ഇതിനാരാണ് അവർക്ക് പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇബ്ലീസാണ് എന്ന് കൃത്യമായിക്കൊണ്ട് പണ്ഡിതന്മാർ ഇതേ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സഹോദരന്മാരെ, ഇത്തരത്തിൽ ന്യൂനപക്ഷം വരുന്ന ആളുകൾ അവരെ മുൻനിർത്തിക്കൊണ്ടാണ് കോടാനുകൂടി വരുന്ന മുസ്ലിമീങ്ങളെ മുഴുവൻ സംശയത്തിൽ നിലനിർത്താൻ ചില ഗൂഢമായ ശക്തികൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, 1 കോടിക്കടുത്ത് ജനസംഖ്യ വരുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങൾ എത്ര പേർ പോയി? ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ പോലും 0.0002% ആണ്. ഇവിടുത്തെ പോയ ആളുകളുടെ ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയാം. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ സംഖ്യയാണോ? ഇനി ആ സംഖ്യയുടെ വണ്ണത്തിനും വലിപ്പത്തിനുമല്ല, ഇതൊരു മുസ്ലിമീങ്ങളുടെ തലയിൽ വെച്ച് കെട്ടി ഇവിടുത്തെ സൗഹാർദ്ദവും മതസൗഹാർദ്ദവും തകർക്കുക എന്ന ഗൂഢമായ ലക്ഷ്യം ഇവർക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നു, കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മഹാഭൂരിപക്ഷം ആളുകളും ഒരു സംഘടനാവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുമായി കൊണ്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഇത്തരത്തിൽ പോയ ആളുകൾ ഏതെങ്കിലും ഒരു കേരളത്തിൽ, അത് ഏത് സംഘടനയാകട്ടെ, ഒരു മതസംഘടനയുമായി കൊണ്ട് ചേർന്ന് പ്രവർത്തിക്കാത്ത അങ്ങനെയുള്ള മുസ്ലിമീങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അവരെ ഏറ്റെടുക്കേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് കേരളത്തിൽ മുസ്ലിമീങ്ങൾക്കുള്ളത്? അതുകൊണ്ട് അത്തരത്തിലുള്ള പുകമറകൾ ഇതോടുകൂടി അവസാനിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ റിക്രൂട്ട്മെന്റ് ഏജൻസി ഉണ്ട് എന്ന് ചില ആളുകൾ ദിനേന എന്നോണം പത്രപ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരം ആളുകളോട് ഞങ്ങൾ വ്യക്തമായി പറയുന്നു, അങ്ങനെ വല്ല ഏജൻസികളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഇവിടുത്തെ നിയമപാലകരെ അറിയിക്കണം. ആ ഏജൻസികളെ പൂട്ടിക്കുവാൻ വേണ്ട എല്ലാ സഹകരണങ്ങളും ഇവിടുത്തെ മുസ്ലിമീങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഒരൊറ്റ മുസ്ലിമും, കേരളത്തിൽ നിന്ന് ലോകത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമും ഒരു IS-നെ പോയിട്ട് IS-നെ പോലും അംഗീകരിക്കുന്ന ഒരു നിമിഷം പോലും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയില്ല. മാത്രവുമല്ല സഹോദരന്മാരെ, ഇവിടെ IS ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ അവർ ഫിത്നയുമായി കടന്നു വന്നപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ IS-നെ കരുതിയിരിക്കണമെന്നും അവരെ സൂക്ഷിക്കണമെന്നും അതിനെതിരെയുള്ള കൃത്യമായ പ്രചരണങ്ങൾ വീടാന്തരം കയറിയിറങ്ങി നടത്തിയ ചരിത്രമാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു പുകമറ ഇവിടെ തകരുകയാണ്. ഇനി അതിനേക്കാൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, ഈ റിക്രൂട്ട്മെന്റ് ഏജൻസികളുണ്ട് എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അത് കൃത്യമായിക്കൊണ്ട് ദിനേന എന്നോണം പറയുന്ന ആളുകൾ, അവരും ഈ വിഷയത്തിൽ ചില സംശയത്തിന് നേരിൽ നിൽക്കുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. കാരണം ഈ അടുത്ത കാലത്ത് IS-ലേക്ക് പോയി എന്ന് പറയപ്പെടുന്ന ആളുകളെ ആ രാജ്യത്തുള്ള ചില ഭരണാധികാരികൾ തിരിച്ചയച്ചിട്ടുണ്ട്. പക്ഷെ ആ തിരിച്ചു വന്നവരെ സ്വീകരിക്കാൻ ഇവിടുത്തെ ചില കേന്ദ്രമന്ത്രിമാർ തയ്യാറായി എന്ന് മാത്രമല്ല, ആ തിരിച്ചു വന്ന ആളുകളുടെ പേര് നോക്കുമ്പോൾ അവർ ഒരിക്കലും മുസ്ലിം നാമധാരികൾ പോലുമല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇവർ പറയുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസി മുസ്ലിമീങ്ങളുടെ ഭാഗത്തില്ല എന്ന് കൃത്യമായി തെളിയിക്കാൻ നമുക്ക് കഴിയും. അതേ സമയത്ത് ഇത്തരത്തിലുള്ള ചില വാർത്തകൾ, അത് ചില ദുരൂഹതകൾ നമ്മുടെ മുന്നിലേക്ക് വലിച്ചെഴുക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് IS എന്നുള്ള പറയുന്ന തീവ്രവാദ സംഘടന,
അതിന് ഇസ്ലാമികമായി കൊണ്ട് കൂട്ടിക്കെട്ടാനോ അതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളുകളായിക്കൊണ്ട് മുസ്ലിമീങ്ങൾ അവതരിപ്പിക്കാനോ തൽക്കാലം അത് മീഡിയകളായിരുന്നാലും ആരായിരുന്നാലും അത് ഭരണാധികാരികളായിരുന്നാലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നാലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നിഷ്കളങ്കമായി ചിന്തിക്കുന്ന ആളുകളോട് ചെയ്യുന്ന അക്രമം കൂടിയാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഒരു നിമിഷം പോലും തീവ്രവാദത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ അതിനെക്കുറിച്ച് ആലോചിക്കുവാനോ ഉള്ള അനുവാദം ഇസ്ലാമിക പ്രമാണങ്ങൾ അവന് നൽകുന്നില്ല. എന്നിരിക്കെ ഇസ്ലാമിക സമൂഹത്തിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള വ്യാജമായ പ്രചരണങ്ങൾ അത് നടത്തുന്നവർക്ക് പിന്നിൽ കൃത്യമായ അജണ്ടകളുണ്ട്. ഇവിടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സൗഹാർദ്ദവും അതുപോലെയുള്ള മാനവികതയും ഒക്കെ തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുകയും അതിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വസ്തുതകൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, വിലയിരുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.